ഗൈസ് ഞാൻ ഉള്ളത് വിയറ്റ്നാമിലാണ്. ഞാൻ വലിയ സംഭവമായിട്ട് സോളോ ട്രിപ്പ്, ഞാൻ വലിയ സോളോ ട്രാവലറാന്ന് വിചാരിച്ചാണ് ഞാനവിടെ വന്നേന് വിയറ്റ്നാമിക്ക്. ഇപ്പതാ എടാ ഒറ്റക്കായിട്ട് എന്തൊരു ചടപ്പാടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ ഞാൻ ഇതുവരെ വിയറ്റ്നാമിലാണെങ്കിൽ ഓരോരുത്തരോട് വർത്തമാനം പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോരുത്തരോട് വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാലും മനസ്സിലാവില്ല. പിന്നെയും ചോദിക്കണം വാട്ട്സ് യുവർ നെയിം. അങ്ങനെയാണ് വർത്തമാനം പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ വേദനാവും മനുഷ്യന്. ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ലോകത്ത് ഇനിയിപ്പോ എനിക്കിപ്പോ ഒരു 100 കോടി കിട്ടിയെന്ന് വിചാരിച്ചോളൂ എനിക്ക് ഫ്രീ ആയിട്ട്. എന്നാലും എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. കാരണം എന്താ, നമുക്ക് ആ 100 കോടി ചെലവാക്കാൻ നമുക്ക് ചെങ്ങായിമാർ വേണം, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ആരെങ്കിലും ഒക്കെ വേണം. ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസവും ഒറ്റയ്ക്ക് കുറെ പോയി തിന്നിട്ട് എന്താ കാര്യം. അതിങ്ങനെ ആരോടെങ്കിലൊക്കെ പറയാൻ ആൾക്കാർ വേണ്ട. ഞാൻ ഇന്ത്യയില് ഡൽഹിക്കും മറ്റു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ AC ടിക്കറ്റ് എടുക്കാൻ എന്റെ പൈസ ഇല്ലായിട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ജനറലിൽ പോണത്, ആ ബംഗാളികളോടൊക്കെ വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഓരോ അതും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനത്തെ ഞാനിപ്പോ ഈ വിയറ്റ്നാമിൽ ഈ ഊമ്പിയ റൂമിൽ എന്തിനിരിക്കുകയാണോ. നമുക്ക് ലോകത്ത് ഏറ്റവും രസമുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരെ കൂടെയാണോ പോണത്, നമ്മൾ ചെങ്ങായിമാരൊപ്പം പോയാൽ ആ സ്ഥലം രസമായി മാറലാണ്. അല്ലാതെ ഈ ലോകത്ത് ഒന്നും രസമുള്ള സ്ഥലമില്ല. നമ്മൾ ആരെ കൂടെയാണ് പോണത്, അതാണ് ഏറ്റവും രസമുള്ള സ്ഥലം. എനിക്ക് ഇപ്പൊ തന്നെ പെരയിലെത്തണം. ഞാൻ വലിയ കോള് ടിക്കറ്റ് എടുത്ത് വന്നതാടാ. എന്തൊരു ഊമ്പിയ ലൈഫാടാ. വിയറ്റ്നാമിൽ എത്തിയിട്ട് ഒരാൾക്കാരൊന്നും എന്നോട് എന്തെങ്കിലും വർത്താനം പറയാൻ പോലും ആളില്ലടാ. ഇന്നൊന്ന് കളിയാക്കാൻ പോലും ആളില്ല. ഒന്ന് കളിയാക്കണം എല്ലാവരും കൂടി. കമന്റിൽ എല്ലാവരും തെറിയോ എന്താ വെച്ചാൽ വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ വലിയ സോളോ ട്രാവലറാന്ന് പെരയിലൊക്കെ പറഞ്ഞാണ്ട് വന്നതാ വിയറ്റ്നാമിക്ക്. എന്നിട്ട് ഇവിടുന്ന് ആരോടും വർത്താനം പറയാനും കഴിയില്ല. ഒരാളോട് ഇന്നലെ ഒരു ചായ ചോദിച്ചിട്ട് ഓനെ എന്തോ ഒരു കുതിരക്കൊക്കെ കലക്കി കൊടുക്കണായിട്ട് ഒരു ബാറിൽ കളിക്കാൻ എനിക്ക് തന്നാണ്. എന്നിട്ട് ഓനോട് ഞാൻ പറഞ്ഞു ചായ് ചായ്. അപ്പൊ ഓനക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ ചായ് ചായ് എന്ന് പറഞ്ഞു. എന്നിട്ടും മനസ്സിലാവില്ല. എന്തൊക്കെയാണ് പറയണത്, എന്തൊക്കെ തൊള്ള തോന്നിയാ വിളിച്ചറിയാ. ഇവിടത്തെ പ്രശ്നം വെച്ചാലേ ഈ സെക്യൂരിറ്റിക്കാർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ലേ. എന്നിട്ട് ബോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെയും പറയാം ബോട്ട്, അപ്പോഴും മനസ്സിലാവില്ല. പിന്നെ ഒന്നും കൂടി തൊള്ള അങ്ങനെ ആക്കിയിട്ട് ബോട്ട്, ബോട്ട്. അങ്ങനെ ഒരു സംഭവം. ചായ ഒന്നും പിന്നെ ഇവിടെ ഇല്ലേ. രാവിലെ ചായ കുടിക്കുക, ചായ എന്ന് പറഞ്ഞ് പോയിട്ട് എന്തോ ഒരു സാധനം കലക്കി തന്നാണ്. ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാണ്. ഞാനൊക്കെ എന്നും രാവിലെ ചായ പൈമ്പൊരി തിന്നണതാ പെരേന്ന്. എനിക്ക് പെരേ പോണം.